ആ നേതാവിനെ സംബന്ധിച്ച് ഇയാള് ഒരു ഉളുപ്പും ഇല്ലാണ്ട് ഈ ജിഷാൻ മാഹിയോട് പറയാ, സ്വകാര്യല്ലേ, ആരും കേൾക്കൂലെന്ന് കരുതി മനസ്സിലുള്ളത് പുറത്തിട്ട് എന്താ പറഞ്ഞറിയങ്ങള്, എന്റെ ഉമ്മമാരെ, എന്റെ കാരണവന്മാരെ, നിഷ്പക്ഷമതികളായ സഹോദരന്മാരെ, SSFന്റെ പ്രവർത്തകരെ, നിങ്ങൾ നിഷ്കളങ്കരാണ്, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഓർത്തിട്ടാണ് ഇയാളെ കയ്യിലായി ഇതുള്ളത് എന്ന് വെച്ച് പോയതാണ്. ഞാൻ ചോദിക്കട്ടെ, SSFകാരാ, നീ ഓഖാലിദിന്റെ അനുയായിയാണെങ്കിൽ വെള്ളിലെ ഫൈലി പകർന്നു തന്ന ആത്മീയ വീര്യമാണ് നിന്റെ കയ്യിലുള്ളതെങ്കിൽ SSFകാരാ, അള്ളാന്റെ റസൂലിന്റെ മുഅ്ജിസത്ത് ഖുർആൻ ഒഴിച്ച് ബാക്കിയെല്ലാം അവിടുത്തെ വഫാത്തോടുകൂടി നശിച്ചു പോകുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? നീ ചിന്തിക്കണം. വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിയാകണം. കാരണം ഈ പൊന്മള മൗലാന ഒരു ലജ്ജയില്ലാതെ പറയാണ്, അള്ളാന്റെ റസൂലിന്റെ മൗജിദത്ത് ഖുർആൻ ഒഴിച്ച് ബാക്കിയെല്ലാം അവിടുത്തെ വഫാത്തോടുകൂടി നശിച്ചുപോയി. മഹാദനല്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ കൗമിന്റെ ഫിത്നയിൽ നിന്ന് അള്ളാഹു സമുദായത്തെ രക്ഷിക്കട്ടെ. ദീനിനെ അള്ളാഹു കാക്കട്ടെ. സുന്നത്ത് ജമാഅത്തിനെ അള്ളാഹു സംരക്ഷിക്കട്ടെ. നിഷേധിക്കാൻ പറ്റൂല SSFകാരാ നിങ്ങളുടെ നേതൃത്വത്തിന്. കാരണം ആധുനിക നെറ്റ്വർക്ക് വികസിച്ചു, അതിവിടെ കാണിക്കപ്പെടും. കൽബിന്റെ ഉള്ളിലെ വേദന കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ഒരൽപ്പം പോലും മനസ്സാക്ഷിയുണ്ടെങ്കിൽ അയാൾ ഇനി മദീനയുടെ ബൗണ്ടറി കടക്കാൻ പാടില്ല. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം എന്താണെന്നറിയാം നിങ്ങള്? അള്ളാന്റെ ഹബീബിന്റെ എല്ലാ മുഅ്ജിസത്തുകളും ഖിയാമം നാൾ വരെ നിലനിൽക്കുമെന്നാണ്. സുന്നത്ത് ജമാഅത്താകുന്ന ദീൻ ആകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഘടകമാകുന്ന SYSന്റെയും SKSSFന്റെയും വിശ്വാസം. ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ നേതാവ് ത്വാഹാ റസൂലുള്ളാഹി തങ്ങളാ മദീനത്ത് ആ പച്ചക്കുബ്ബയ്ക്ക് താഴെ അള്ളാന്റെ ഹബീബ് ഒരു പോറലുമേൽക്കാതെ അന്തി ഉറങ്ങുന്നുണ്ടെന്നാണ്. പക്ഷേ നിങ്ങളുടെ നേതാവ് പൊന്മളക്കാരന്റെ വിശ്വാസപ്രകാരം അള്ളാന്റെ റസൂലിന്റെ അവിടുത്തെ ശരീരം മണ്ണ് തിന്നു പോകുമെന്നാണ്. ഖുർആനിന് നിങ്ങൾ എതിരാണ്. ഖുർആൻ പറഞ്ഞത് അംബിയാഇന്റെ ശരീരം മണ്ണ് തിന്നൂല എന്നാണ്. പൊന്മളക്കാരൻ വിശ്വാസപ്രകാരം ഖുർആൻ ഒഴിച്ച് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ ഇത് അംബിയാഇന്റെ മുഅ്ജിസത്താണ്. അത് റസൂലുള്ളാഹിന്റെ ശരീരം മണ്ണ് തിന്നു എന്ന് നീ വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ കൗമിന്, ഈ വിഭാഗത്തിന് അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാനുള്ള അധികാരമില്ല. നിങ്ങൾക്ക് മദ്ഹ് റസൂൽ പരിപാടി സംഘടിപ്പിക്കാനുള്ള അധികാരമില്ല. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ആ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണെങ്കിൽ, ആ നേതാവിന്റെ മദ്ഹ് പാടുകയാണെങ്കിൽ, പൊന്മളക്കാരനെ ബഹുമാനിച്ച് തലയിൽ കയറ്റി വെക്കുകയാണെങ്കിൽ അത് കണ്ട് റസൂലുള്ള ലജ്ജിക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. അള്ളാഹു നമുക്ക് ഹിദായത്ത് മനസ്സിലാക്കാനും അത് ചിന്തിക്കാനും നേരിന്റെ ഭാഗത്ത് നെഞ്ചുറപ്പോടെ റസൂലുള്ളാഹിക്ക് പ്രതിസന്ധി വന്നപ്പോൾ അവിടുത്തെ മുമ്പിൽ വന്ന്, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് പാറ പോലെ ഉറച്ച സ്വഹാബത്ത്, മല പോലെ ഉറച്ച സ്വഹാബത്ത്, വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി മൗതീനി ഗസ്വതി. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിച്ച ആ സ്വഹാബത്തിന്റെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് സമസ്തയാകുന്ന സൽപാന്താവിന് പിന്നിൽ കൊടപ്പനക്കൽ തറവാട് ആത്മീയ കേന്ദ്രത്തിന് താഴെ അടിയുറക്കണമെന്ന് എന്റെ മുൻകാല പ്രവർത്തകരായ SSFന്റെ സഹോദരന്മാരോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.